ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലം വരും പോകാൻ പോകാം. നല്ല അടിപൊളി മട്ടനും ചിക്കനും നോൺ വെജും ഒക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. നിങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും. അതുകൊണ്ട് ഈ ടൂർ കഴിയുമ്പോൾ ഈ പ്ലേസിലേക്ക് പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ പ്ലേസിലേക്ക് പോകാൻ തോന്നും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ പോവാം. ഓക്കെ, ഞാൻ വേറെ ദിവസം വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ വെളിപ്പെടുത്തില്ലെങ്കിൽ ശരിയാവില്ല, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയാം, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കപ്പ ചക്ക കാന്താരി. കിൽപോക്ക് മെഡിക്കൽ കോളേജ് ഒന്നോ പഠിക്കും കുറച്ചായില്ലേ ഇരുന്നുള്ളൂ. ഇപ്പൊ എത്താറായില്ലോ. കിൽപോക്ക് മെഡിക്കൽ കോളേജ്, ചെറ്റ്പേട്ട് ഈക്കോ പാർക്ക്. അപ്പൊ ഗായ്സ്, നമ്മളിപ്പോ എത്തിക്കഴിഞ്ഞു കപ്പ ചക്ക കാന്താരി ഹോട്ടൽ നുങ്കമ്പാക്കം, ചെന്നൈ. ഇനി തെറ്റോ എനിക്ക്, കപ്പ ചക്ക കാന്താരി ഹോട്ടൽ. അപ്പൊ നമ്മളവിടെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇപ്പോൾ കാർ നമുക്ക് പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കീ വന്നിട്ട് വാച്ച്മാന് കൊടുത്താൽ മതി. അപ്പോൾ ആള് പാർക്ക് ചെയ്തോളും. വാച്ച്മാൻ കൊടുത്തു കഴിഞ്ഞാൽ ആള് പാർക്ക് ചെയ്തോളും. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറാണ്. അഥവാ നല്ല തിരക്കുണ്ടെങ്കിൽ അവിടെ ചാരിട്ട് വെച്ചിരിക്കുകയാണ് ആൾക്കാർക്കൊക്കെ വെയിറ്റ് ചെയ്യാൻ. ഒരു തിരക്കുമില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നേ, തിരക്കാവണേ ഉള്ളൂ. മുകളിലൊക്കെ കണ്ടില്ലേ നല്ല ഡെക്കറേഷൻസ് ഒക്കെ, ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ റിസപ്ഷനിലേക്ക് കയറി പോവാണ്. സീറ്റ്സ് ഒക്കെ റിസർവ് ചെയ്ത് വെക്കണമെങ്കിൽ റിസർവ് ചെയ്ത് വെക്കാം, അവർക്ക് ഫോൺ ചെയ്തിട്ട്. അവിടെ പോയാലും അതും ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ നമ്മൾ ലേറ്റായിട്ട് പോകണമെങ്കിൽ ക്യൂ ഉണ്ടാവും. നേരത്തെ പോയാൽ പറ്റുമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ മെനു ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൊതിയാവും കഴിക്കാനായിട്ട് ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇതിൽ കുറേ ഗ്രൂപ്പായിട്ട് പിരിച്ചിട്ടുണ്ട്. ഈ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ആ ഗ്രൂപ്പൊക്കെ ആയിട്ട് പിരിക്കണില്ലേ, ആ ഗ്രൂപ്പിൽ നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ എത്ര വർഷം വേണമെങ്കിലും വാങ്ങിക്കാം. അതായത് അൺലിമിറ്റഡ് ആണ്. 1 pot മീൽ എടുത്തു. അതിലെന്നിട്ട് പഴങ്കഞ്ഞി ഉണ്ട്. പഴങ്കഞ്ഞി വേണമെങ്കിൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അതായത് എന്നിട്ട് പറയാം, പഴങ്കഞ്ഞി എത്ര വർഷം വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അതായത് അൺലിമിറ്റഡ് ആണ്. ഇപ്പോൾ കുറേ ടോഡി ഷോപ്പ് മെമ്മറീസ് ഒക്കെ കണ്ടില്ലേ, അതിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കള്ളൊക്കെ കിട്ടുന്നു. പക്ഷെ കള്ളൊന്നും കിട്ടില്ല ഇവിടെ. അതായത് കള്ളിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷ് കിട്ടില്ലേ, ഫോർ എക്സാമ്പിൾ കരിമീൻ ഫ്രൈ, പ്രോൺ ഫ്രൈ, ഇതുപോലെ അതൊക്കെ ഇവിടെ കിട്ടും. കപ്പയും മീനും കപ്പയും മീൻ കറി ഇതൊക്കെ കിട്ടും. ഓരോ ഐറ്റംസും എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ഫുഡാണ്. അതെ, നാടുവാഴി ഉണ്ട്, രാജയോഗി ഉണ്ട്. പിന്നെ ഓരോ മീൽസിനും ഓരോ സ്വീറ്റ്, അതായത് ഡിസേർട്ടും പിന്നെ ഓരോ ബിവറേജും കിട്ടും. ഡെസേർട്ടും ഓരോ ബിവറേജും കിട്ടും നമ്മൾ ഓർഡർ ചെയ്യണ മീൽസിന്. അത് നമ്മളിപ്പോൾ പുലിക്കോഴി ഫ്രൈ ഓർഡർ ചെയ്തു. അത് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം ഏതാണെന്ന് വെച്ചാൽ. അപ്പോൾ ഇതിനാണ് നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യാൻ പറ്റുക. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ തീർച്ചയായും നമുക്ക് കാണാൻ പറ്റും ബിവറേജസും ഡെസേർട്ട്സും. അപ്പോൾ അതിൽ ബിവറേജസ് നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യാം, ഡെസേർട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യാം. ബിവറേജസിൽ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ലെമൺ മിന്റ് കൂളറും എന്നിട്ട് പറയുക ബട്ടർ മിൽക്കും. ഇതൊക്കെ ഓരോ മീൽസിനും കോംപ്ലിമെന്ററി ആണല്ലോ. കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും. ഇതൊക്കെ അടിപൊളിയല്ലേ ഗൈസ്? അപ്പോൾ നമ്മളിപ്പോൾ കപ്പ ചക്ക കാന്താരിയിലാണ്. ഇതുകൊണ്ടു ഇതിപ്പോൾ ഇത് പ്രോൺ ചിക്കൻ ഫ്രൈ, ഫ്രൈ, കക്ക ഫ്രൈ, കരിമീനാണ്. ഞാൻ പകുതി കഴിച്ചു. ഇത് വേറെ സ്വീറ്റ്, പൈനാപ്പിൾ സ്വീറ്റ്. ഇത് വന്നാലും അതിൻ്റെ കൂടുതൽ ഡിസേർട്ട് ഉണ്ടാവും. ഞാൻ കുറച്ച് മുമ്പ് ഓർഡർ ചെയ്ത ഐറ്റംസിന് ഈ പൈനാപ്പിൾ ഡിസേർട്ട് വന്നു. പിന്നെ ഇവിടെ മോരുണ്ട്. പിന്നെ ഇവിടെ സ്പെഷ്യൽ മിൻറ്റ്, അവിടെ സ്പെഷ്യൽ മിൻറ്റല്ലേ, ലെമൺ മിൻറ്റ് ഉണ്ട്. അത് ഞങ്ങളെല്ലാവരും ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഞാനിപ്പോൾ കഴിക്കാൻ പോകണം. എന്ത് അത് വേണം? മീൻ ഇപ്പോൾ മീൻ വന്നു, ഞാനിങ്ങനെ എടുക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അടിച്ചു, നമ്മൾ വന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു, നമുക്കിറങ്ങാണ്.
നമ്മൾ ഇറങ്ങാണ് ഗൈസ്, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, പോയിട്ട് വരാം നമുക്ക്. അത് നമ്മളിപ്പോൾ പോയിട്ട് വീട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ്. പോവാം നമുക്കെന്നാ, ഇറങ്ങാം നമുക്കെന്നാ.